ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി. സ്നേഹമുള്ളവരെ, 12-ാം പീയൂസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച ഹൗരിയത്തിസ് അക്വാസ്, നിങ്ങൾ ജലം കോരിയെടുക്കുവിൻ എന്ന ചാക്രിക ലേഖനമാണ് തിരുഹൃദയ ഭക്തിയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രബോധന അധികാരം പുറപ്പെടുവിച്ചതുമായ ആധികാരിക രേഖ. ഈ ഭക്തി ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ ഏറ്റുപറച്ചിലും എല്ലാ വിശ്വാസികൾക്കുമുള്ള കർശനമായ കടമയുമാണെന്നും ഈ ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ദൈവകാരുണ്യത്തിൻ്റെ വലിയ അടയാളമായ ഈശോയുടെ ഹൃദയം എല്ലാ ക്രൈസ്തവരുടെയും ഐക്യത്തിൻ്റെയും രക്ഷയുടെയും സമാധാനത്തിൻ്റെയും അടയാളമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇക്കാരണത്താൽ ദിവ്യകാരുണ്യ കൂദാശയ്ക്കുള്ള വലിയ മൂല്യത്തെക്കുറിച്ച് മാർപ്പാപ്പ ഇപ്രകാരം പഠിപ്പിക്കുന്നു: നമ്മുടെ രക്ഷകൻ ലോകാവസാനം വരെ നമ്മോട് കൂടെയായിരിക്കുവാൻ തൻ്റെ ഹൃദയത്തിൻ്റെ സർവ്വനിക്ഷേപങ്ങളും പ്രവഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യമെന്ന ആരാധ്യമായ കൂദാശ സ്ഥാപിച്ച പരമസ്നേഹപ്രവൃത്തിയെ അനുസ്മരിക്കുവിൻ. എന്തെന്നാൽ ദിവ്യകാരുണ്യം അവിടുത്തെ ഹൃദയത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗത്തിൻ്റെ വെളിപ്പെടുത്തലല്ല. തൻ്റെ ഹൃദയത്തിലെ വലിയ സ്നേഹം മൂലമാണ് ദിവ്യകാരുണ്യം നമുക്ക് നൽകിയത്. ചാക്രിക ലേഖനം ഉപസംഹരിച്ചുകൊണ്ട് മാർപ്പാപ്പ തിരുഹൃദയ ഭക്തിയെ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും കാര്യക്ഷമമായ വിദ്യാലയം എന്ന് വിളിച്ചു. പ്രാർത്ഥിക്കാം. ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ, ഞങ്ങളുടെ സമാധാനവും രക്ഷയുമായ ഹൃദയമേ, ദിവ്യകാരുണ്യത്തിൽ അങ്ങയുടെ മുറിയപ്പെട്ട ഹൃദയത്തിൻ്റെ സ്നേഹപാരമ്യം ദർശിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ. ആമേൻ.